ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിച്ചു പോകുവാൻ സാധിക്കാതെ പലവിധ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മനുഷ്യർ നമ്മെ ശത്രുക്കളായി കാണുമ്പോൾ, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ അതിശയകരമായിട്ട് ശത്രുക്കളുടെ മധ്യത്തിൽ വിജയം നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ കാണാം. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം വായിച്ചുകൊണ്ട് ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നൽകുന്നത് ചുറ്റുമുള്ള മനുഷ്യരാണ്. കുടുംബക്കാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, ചുറ്റുമുള്ള ആളുകളിൽ നിന്നുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട്, നമ്മെ ശത്രുക്കളായി കണ്ടുകൊണ്ട്, നമുക്ക് ശത്രുക്കളായി നിന്നുകൊണ്ട് നമ്മെ തകർക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിജീവിക്കുവാൻ കഴിയണം. സങ്കീർത്തനം 3-ാം അധ്യായം ദിവസവും വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു 5 തവണയെങ്കിലും വായിക്കുക. ശത്രുക്കളുടെ മേൽ വിജയം ദൈവം നമുക്ക് നൽകും. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു. നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ആമേൻ. ദൈവം ഈ വചനങ്ങളിലൂടെ ശക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കുക. ദൈവം നമുക്ക് വിഷയങ്ങളിൽ മേൽ അത്ഭുതകരമായിട്ടുള്ള വിജയം നൽകും. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഓരോ ദിവസവും യഹോവയോട് ചേർന്ന് ജീവിക്കുവാൻ, യഹോവയോട് ചേർന്ന് ഉറങ്ങുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ആയിരിക്കുവാൻ. നമുക്ക് വിരോധമായിട്ട് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ മേൽ 1000 ജനങ്ങളെ ഭയപ്പെടാതെ ജീവിക്കുവാൻ ശക്തമായിട്ടുള്ള ഈ വചനങ്ങളിലൂടെ ദൈവം പറയുന്നു. 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ദൈവം നിനക്ക് നിശ്ചയമായും വിജയം നൽകില്ലേ? യഹോവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. അതെ, ദൈവത്തോട് യാചിച്ചതിന് ദൈവം നമുക്ക് നിശ്ചയമായും ഫലം നൽകി. ദുഷ്ടന്മാരുടെ പല്ലുകളെ അടിച്ചു കളയുന്ന ദൈവം, തകർത്ത് കളയുന്ന ദൈവം, നമുക്ക് ചുറ്റും പരിചയായി നിന്നുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മുടെ തല ഉയർത്തുന്നവനായിട്ടുള്ളൊരു ദൈവം, നിന്ദിച്ചു കളഞ്ഞവരുടെ ആളുകളുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഉയർത്തുന്നതായിട്ടുള്ള ഈ വചനങ്ങൾ എത്ര ശക്തമായ വചനങ്ങളാണ്. ഇത്ര വിലയേറിയ മുത്തുകൾ നമുക്ക് നൽകുന്നത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ പോരെ? മറ്റെന്തിലാണ് നമുക്ക് ആശ്രയിക്കാനുള്ളത്? നമ്മുടെ ദൈവത്തിങ്കലാണ് നമുക്ക് രക്ഷയുള്ളത്. ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് നമ്മെക്കുറിച്ച് കളിയാക്കുന്ന ആളുകളുടെ മുൻപിൽ ദൈവം നമുക്ക് നമ്മുടെ തല ഉയർത്തി കാണിക്കുന്നവനാണ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നു. പല സമയങ്ങളിലും തല താഴ്ത്തി നിന്ദിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട് തല കുനിച്ചുകൊണ്ട് വിഷാദത്തോടെ കഴിയുന്ന എത്രയോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ നമ്മെ നിന്ദിക്കുമ്പോൾ വേദനയോടെ നിലവിളിച്ചുകൊണ്ടായിരിക്കുവാൻ ഈ നിലവിളി ദൈവത്തോടു കൂടി ആയിരിക്കണം. ദൈവം ഈ ശത്രുക്കളുടെ മധ്യത്തിൽ നിശ്ചയമായും നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. വചനം നിശ്ചയമായും സാധിക്കുന്നതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ.